ഗുരുവേ നമ ശിവായ. നമസ്തേ. അഘോരയക്ഷിണി വിധി. അഘോരയക്ഷിണി യക്ഷിണികളിൽ ഒരു യക്ഷിണിയാണ് അഘോരയക്ഷിണി. അഘോര സമ്പ്രദായത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അഘോരയക്ഷിണി അത്യുഗ്രമായിട്ടുള്ളൊരു യക്ഷിയാണ്. യക്ഷിണി എന്ത് വേണമെങ്കിൽ പറയാം. പ്രധാനമായി പറയുന്നത് ശത്രു സംഹാരത്തിനുള്ള ഒരു ദേവത കൂടിയാണ്. അഘോരയക്ഷിണിയുടെ മന്ത്രം ജപിച്ച് കടുക് ശത്രുവിൻ്റെ ഗൃഹത്തിൽ വിതറിയാൽ അവിടെ കലഹം നടക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ശത്രുഗൃഹത്തിൽ പോയാൽ രക്ഷയായി ഭവിക്കുന്നും പറയുന്നുണ്ട്. അതായത് നമുക്ക് ശത്രുക്കളുടെ ഇടയിൽ നമ്മൾ പോയാലും അവിടെയും നമ്മൾക്ക് ദേവി രക്ഷയായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ ദുർദേവത ഒഴിയുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇത്ര ഒരു മന്ത്രം ജപിക്കണം എന്നും പറയുന്നുണ്ട്. അതിൻ്റെ 10% ഹോമിച്ചാൽ സാധന ചെയ്ത ശത്രുനാശവും വരുത്താം. ഇനി മന്ത്രം പറയാം. ഓം നമോ അഘോരമുഖി സർവശത്രു സംഹാരിണി സർവദുഷ്ടനാമാന്തകി ഓം ഹ്രീം ഫട്ട് സ്വാഹ. ഒന്നുകൂടി പറയാം. ഓം നമോ അഘോരമുഖി സർവശത്രു സംഹാരിണി സർവദുഷ്ടനാമാന്തകി ഓം ഹ്രീം ഫട്ട് സ്വാഹ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം 41 നാൾ പ്രതിദിനം 1008 ജപിക്കണം. അതായത് 41 നാൾ പ്രതിദിനം 1008. ശാന്തമായൊരു സ്ഥലത്ത് നിന്ന്, ശ്മശാനത്തിൽ എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. ആരുടെ ഒരു ശല്യം ഇല്ലാത്ത ശാന്തമായ സ്ഥലം, വനപ്രദേശമോ നദീതീരമോ എന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ശബ്ദങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ശബ്ദം പ്രസൻസ് ഒന്നുമില്ലാത്ത ശാന്തമായൊരു സ്ഥലത്തിരുന്ന് പ്രതിദിനം രാത്രി കാലങ്ങളിൽ, സന്ധ്യാസമയങ്ങളിലാണ് പറയുന്നത്, രാത്രി കാലമാണ് ഇതിൽ പറ്റിയത്, സന്ധ്യാസമയങ്ങളിൽ ജപിക്കാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്തവും നല്ലതാണ്. അടുത്തത് കാളികാദേവി യക്ഷിണി മന്ത്രമാണ്. കാളികാദേവിയുടെ യക്ഷിണി, ഓരോ ദേവതയ്ക്കും ഓരോ യക്ഷിണിമാർ ഉണ്ടെന്നറിയാം. അതേപോലെ ഈ യക്ഷിണിയുടെ പേരാണ് കാളികാദേവി യക്ഷിണി. ഗോശാലയിൽ ഇരുന്നു കൊണ്ട് 2 ലക്ഷം ഉരു ജപിച്ച് ശുദ്ധമായ നെയ്യ് അതിൻ്റെ 0.0 ഹോമിച്ച് ദേവി പ്രീതി വരുത്തുക എന്നാണ് പറയുന്നത്. ദേവിയുടെ വരപ്രസാദത്താൽ സാധകന് ശത്രുക്കളില്ലാതെ ജീവിക്കാം. ഇതും ശത്രുക്കളില്ലാതിരിക്കാനുള്ളൊരു മന്ത്രമാണ്. യക്ഷിണി എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മുന്നത്തെ വീഡിയോ എല്ലാം അതിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വിഭ്രമ യക്ഷിണി എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഏറെക്കുറെ എല്ലാ യക്ഷിണിമാരുടെയും സ്വഭാവം അതിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും. മന്ത്രം പറയുന്നത് ഓം കാളികാദേവിയെ സ്വാഹ. ഒന്നുകൂടി പറയാം. ഓം കാളികാദേവിയെ സ്വാഹ. ഇതും സന്ധ്യാസമയത്ത് ജപിക്കുന്ന ഒരു മന്ത്രമാണ്. 2 ലക്ഷം ഒരു ജപിക്കണം. ഗോശാലയിൽ ഇരുന്നു കൊണ്ട്. ബ്രഹ്മമുഹൂർത്തം അത്യുത്തമമാണ് ഇതിനു വേണ്ടി. ശുദ്ധമായ നെയ്യാണ് 0.0 ഹോമിച്ച് ചെയ്യേണ്ടത്. എന്നാലും ദേവിയുടെ പ്രീതി കിട്ടുകയുള്ളൂ. ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയാം. ശാന്തി പുഷ്ടി കർമ്മത്തിനായി ജപിക്കുമ്പോൾ 17 മുത്തുള്ള മാലയും, മനുഷ്യവശീകരണത്തിന് വേണ്ടി ജപിക്കുമ്പോൾ 15 മുത്തുള്ള മാലയും, ഹോമത്തിനായി ജപിക്കുമ്പോൾ 10 മുത്തുള്ള മാലയും, ഉച്ചാടനത്തിന് 28, വിദ്വേഷണത്തെ ജപിക്കുമ്പോൾ 31 മുത്തുള്ള മാലയും,
ജപിക്കണമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് കാളികാ യോഗിനിയുടെ ഒരു മന്ത്രമാണ്. 64 യോഗിനിമാരുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ 36 യക്ഷിണിമാരും. ഇതെല്ലാം കേട്ടറിവാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അത്രയ്ക്ക് അറിയില്ല. എന്നാൽ എനിക്കറിയുന്നത് ഞാൻ പറയുന്നു. അസ്യ ശ്രീ കാളികാ യോഗിനി മഹാമന്ത്രസ്യ ദുർവാസ ഋഷിയെ ഗായത്രി ഛന്ദ ശ്രീ കാളികാ യോഗിനി ദേവതാം കം ബീജം ഈം ശക്തി രം കീലകം ശ്രീ കാളികാ യോഗിനി പ്രസാദ സിദ്ധ്യർത്ഥി ജപേ വിനിയോഗഃ. സുഖപ്രസന്നവദനാം സ്മേരാനന സരോരുഹാം ഏവം സഞ്ചിന്തയേത് കാളീം സർവകാമ സമൃദ്ധിതാം. മൂലമന്ത്രം: ഓം ഐം ഹ്രീം ശ്രീം കാളികേ സർവസിദ്ധി പ്രദേ ഹും ഫട്ട് സ്വാഹ. ഇതിൽ പറയുന്നത് മന്ത്രം മൂലമന്ത്രം 12 നാൾ പ്രതിദിനം 1008 പ്രാവശ്യം രക്തവർണ്ണത്തിലുള്ള വസ്ത്രം ധരിച്ച് വടക്കോട്ട് നോക്കി ഇരുന്ന് ജപിക്കണം എന്നാണ് പറയുന്നത്. സർവ്വലോകത്തു നിന്നുള്ള ശത്രുക്കളും പിശാചുക്കളും ഏതൊരു വക നമ്മൾക്ക് ശത്രുനാശം ചെയ്ത കാര്യങ്ങളായാലും ശരി, അതെല്ലാം തിരിച്ചടിക്കും. നമ്മൾ വിചാരിക്കുക തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ദേവി ഉണ്ടാവുമെന്ന് പറയുന്നത്. യോഗിനി ഒന്നുകൂടി പറയാം. മന്ത്രം 12 നാൾ 1008 പ്രാവശ്യം ജപിക്കണം. രക്തവർണ്ണത്തിലുള്ള വസ്ത്രം, ചുവപ്പ് വസ്ത്രം, ഇടംചുവപ്പ്, വടക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കണം എന്നാണ് പറയുന്നത്. യോഗിനിയുടെ ആയതുകൊണ്ട് ഇതും രാത്രികാലങ്ങളിലാണ് പതിവ് ജപത്തിൻ്റെ.